നമസ്കാരം. അബ്ദുൾ റഹീമിനായി കാത്തിരിക്കുന്ന ഉമ്മയ്ക്കും കുടുംബത്തിനും ബലിപ്പെരുന്നാളിന് മുമ്പ് കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത. സൗദി ജയിലിൽ നിന്നും അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നു. സൗദി ഭരണകൂടം എക്സിറ്റ് വിസയിൽ ഒപ്പുവെച്ചു. വിശദമായി നോക്കാം. ലൈവ് at 6ലേക്ക് സ്വാഗതം. സൗദിയിൽ ജയിലുള്ള അബ്ദുൾ റഹീം ഉടൻ നാട്ടിലേക്ക്. മോചന ഉത്തരവിൽ ഒപ്പുവെച്ചു. എക്സിറ്റ് വിസ ലഭിച്ചെന്നും നിയമസഹായ സമിതി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന ആക്രമണത്തിൽ നടപടി. 5 പോലീസുകാർക്ക് സസ്പെൻഷൻ. DGPയുടെ നടപടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി കോടതി. VD സതീശൻ ഡൽഹിയിൽ. പ്രധാനമന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. സ്വപ്ന പദ്ധതികളിൽ പിന്തുണ തേടി. PM ശ്രീ പദ്ധതിയിൽ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97%. മുൻ വർഷത്തേക്കാൾ 0.16% വർധനവ്. 29 മുതൽ ജൂലൈ 3 വരെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ. സംസ്ഥാനത്ത് SFI പ്രതിഷേധത്തിൽ സംഘർഷം. തിരുവനന്തപുരത്തും തൃശൂരും ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂരിൽ കമ്മീഷണറുടെ കാറിന്റെ ചില്ല് പൊട്ടി. വയനാട്ടിൽ വീണ്ടും കാട്ടാനക്കൊല. പുത്തുമലയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്ത ദമ്പതികളെ ആക്രമിച്ചു. കൊല്ലപ്പെട്ടത് ഷാജിയുടെ ഭാര്യ ജെസ്സി. ജെസ്സിയുടെ ജീവൻ നഷ്ടമാക്കിയത് മുൻ സർക്കാരെന്ന് വനം മന്ത്രി. കുടുംബത്തിന് നഷ്ടപരിഹാരം ഉടനെന്ന് ഷിബു ബേബി ജോൺ. വിശദമായി വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരുടെ പോലീസ് മർദ്ദനത്തിൽ നടപടി. 5 പ്രതികളെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അനിൽ, സന്ദീപ്, വിപിൻ, ഷൈജു, അരുൺ എന്നിവർക്കാണ് സസ്പെൻഷൻ. ആലപ്പുഴയിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വലിയ പരാതികളും വിവാദങ്ങളും ഉയർന്നതിന് പിന്നാലെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരായിരുന്ന അനിൽകുമാറും സന്ദീപും ഉൾപ്പെടെ 5 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നിർണായകമായ ഉത്തരവ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അല്പസമയം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന SIT ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചത്. അതിന് പിന്നാലെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ റിപ്പോർട്ട് ലഭിച്ച കാര്യം അറിയിച്ചിരുന്നു. തുടർന്ന് വിശദമായി അത് പഠിച്ച ശേഷം തീരുമാനമെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 5 ഉദ്യോഗസ്ഥരെ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി അറിയാനുള്ളത് സസ്പെൻഷന് പിന്നാലെ തുടർന്ന് ഏത് തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണം നീളും എന്ന കാര്യം തന്നെയാണ്. അതിന്റെ ഭാഗമായി വകുപ്പ് തല അച്ചടക്ക നടപടികളുടെ തുടക്കമായി മാത്രം ഈ സസ്പെൻഷനെ കണ്ടാൽ മതിയെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതിനപ്പുറത്തേക്ക് MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി അന്വേഷണത്തിന് ആദ്യം നേതൃത്വം നൽകിയ DYSP ഉൾപ്പെടെയുള്ള 5 ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനും അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള 2 മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അതിനു മുന്നോടിയായി വിശദമായ പരിശോധനകൾ ആദ്യഘട്ടത്തിൽ നടക്കും. ആ പരിശോധനകൾക്ക് ശേഷം വകുപ്പ് തല നടപടി നിലവിലെടുത്തിരിക്കുന്ന 5 പേർക്ക് പുറമെ ഈ അന്വേഷണം വഴിതിരിച്ചുവിടാൻ നീക്കം നടത്തിയ ADGP ആയിരുന്ന MR അജിത് കുമാറിനെതിരെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ 2 ജീവനക്കാർക്കെതിരെ കൂടി ഉണ്ടാകുമെന്നാണ് സൂചന. അതിനു മുന്നോടിയായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ആരോപണ വിധേയരായ 5 പേരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRലും ജീവനക്കാരും നൽകിയ ഹർജി തള്ളി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കരിമണൽ കമ്പനിയായ CMRL അവർക്കെതിരെ നടക്കുന്ന ED അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു ന്യായം, നേരത്തെ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇതിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് SFIO പോലുള്ള സ്ഥാപനങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഒരേ വിഷയത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നത് അത് നീതീകരിക്കാനാവില്ലെന്ന ഒരേ വിഷയത്തിൽ തന്നെയാണ് ഇത്തരം അന്വേഷണങ്ങൾ തുടരുന്നത്. EDയുടെ അന്വേഷണവുമെല്ലാം തന്നെ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു.
ഇതിൽ കമ്പനി ജീവനക്കാർ, ചില ഉദ്യോഗസ്ഥരും അതോടൊപ്പം CMRL കമ്പനി തന്നെയുമാണ് കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്ന SFIയുടെ അന്വേഷണം തുടരട്ടെ, EDയുടെ അന്വേഷണം തടയണമെന്നതടക്കമുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതി ഇത് നിരാകരിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളിൽ ഏജൻസികൾക്ക് അന്വേഷണം നടത്താം, അതിന് നിയമപരമായും സാങ്കേതികപരമായും യാതൊരു തടസ്സവുമില്ല എന്നതടക്കം ഹൈക്കോടതി ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഒരു ആക്ഷേപമായി ഉയർന്നു വരികയും ഇപ്പോൾ EDയുടെ അന്വേഷണത്തിൻ്റെ എല്ലാം തന്നെ പരിധിയിലുമുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ CMRL കമ്പനിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി സേവനം നൽകാതെ ഏതാണ്ട് 1,70,00,000 പരം രൂപ കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് ഏത് രീതിയിലുള്ളതാണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തണം എന്നതെല്ലാമാണ് ആവശ്യങ്ങളായി ഉയർന്നിരുന്നത്. വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ED അടക്കം ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകൾ ചേർത്തുകൊണ്ട് ED അടക്കം അന്വേഷണത്തിലേക്ക് കടന്നു വരികയും ചെയ്തത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ അനുമതി EDക്ക് ലഭിച്ചിരിക്കുന്നു, അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CMRLന്റെ കമ്പനി, അതിൻ്റെ ഉദ്യോഗസ്ഥർ, ഒപ്പം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി ഇവരെ അടക്കം EDക്ക് വിളിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലുകളിലേക്കെല്ലാം അടുത്ത നടപടി എന്ന രീതിയിലേക്ക് ED കടക്കുകയും ചെയ്യും. ഏതായാലും ഹൈക്കോടതി ഇതിന് അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. CMRLന്റെ എതിർപ്പുകളെയെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ളൊരു അന്വേഷണം നടത്താനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും EDക്കുണ്ട് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പിണറായി വിജയനും മകളും സെൻട്രൽ ജയിലിന് ഒരു വാഗ്ദാനമെന്ന് ഷോൺ ജോർജ്. മാസപ്പടി കേസ് അധികകാലം പിടിച്ചു നിർത്താൻ പിണറായി വിജയൻ ആവില്ല എന്നും ഷോൺ ജോർജ് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷനയ്ക്ക് സർക്കാർ ജോലി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു കേന്ദ്രത്തിൽ അറ്റൻഡറായാണ് നിയമനം. ഇന്നലെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഹർഷനയ്ക്ക് സർക്കാർ ജോലി ലഭിച്ചത്. തനിക്ക് നീതിയും സമാധാനവും ലഭിച്ചെന്നുമാണ് ഹർഷനയുടെ പ്രതികരണം. ഹർഷനെയും സമരസമിതി ഭാരവാഹികളും ഇന്നലെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് ഹർഷീനയ്ക്ക് നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയ ഹർഷീന ആശുപത്രിയിലെത്തി പ്രിൻസിപ്പൽ ഓഫീസിൽ എത്തി ഈ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. എന്തായാലും തനിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നീതി ലഭ്യമായി എന്നാണ് ഹർഷീന പറഞ്ഞത്. സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും മറ്റ് UDF നേതാക്കളുമൊക്കെ സഹായിച്ചിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ തന്നോട് കൃത്യമായി പറഞ്ഞ വാക്ക് സർക്കാർ പാലിച്ചിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നു. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും നൽകാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും ഹർഷീന വ്യക്തമാക്കി. അത്യാവശ്യം കുഴപ്പമില്ലാതെ BSc ഫിസിക്സ് ആയിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് അത് തുടർന്ന് പഠിക്കാനോ ഒരു കരിയറിലെത്താനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ. എല്ലാം കൊണ്ട് നമ്മൾ തകർന്നു പോയില്ലേ. അപ്പോൾ എന്തെങ്കിലും ഇനിയൊരു തുടർ പഠനമൊന്നും ആവൂല. അതുകൊണ്ട് നമുക്കൊരു ജോലി കിട്ടിയാൽ മതിയാവും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് തന്ന് ഈ സർക്കാരിന് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി മുന്നോട്ടും അതുപോലെ പോകാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തീർച്ചയായും 9 വർഷക്കാലം ഒരു പക്ഷേ മരണം മുന്നിൽ കണ്ട് ഇനി ജീവിതം ഉണ്ടോയെന്ന് പോലും ചിന്തിച്ച ഒരു ആ ഒരു സന്ദർഭത്തിൽ നിന്ന് അൽഹംദുലില്ലാ ബാക്കോട് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ അതിനൊക്കെ തരണം ചെയ്തെന്ന് എനിക്കറിയില്ല. പഠിച്ചവൻ്റെ കാര്യം ഒന്നുകൊണ്ട് മാത്രം, പഠിച്ചവനിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം എന്തായാലും ഒരു പ്രയാസത്തിനൊരു എളുപ്പമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ആ ഒരു പ്രയാസം കഠിനമായിരുന്നെങ്കിൽ എളുപ്പം അൽഹംദുലില്ലാ അത്രയും ഹയറായി വന്നു എന്നുള്ളതാണ്. സത്യം ജയിച്ചു. തുടർ ചികിത്സ മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതാണ്. അത് സർക്കാരിന്റെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തതാണ്. കോമ്പൻസേഷൻ 1 രൂപ പോലും അത് നിങ്ങൾ ചികിത്സക്ക് ചെലവാക്കേണ്ടതില്ല. ഞാൻ പേഴ്സണലി ഏറ്റെടുത്തു എന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെ ശസ്ത്രക്രിയ ഉപകരണം കത്രിക പോലെയുള്ള ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണം ഹർഷീനയുടെ വയറ്റിൽ കുടുങ്ങിയത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചതിനെ തുടർന്ന് അല്ലെങ്കിൽ വയറുവേദന പോലുള്ള ചില ലക്ഷണങ്ങൾ പ്രകടമാക്കിയതിനെ തുടർന്ന് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ആദ്യ ശസ്ത്രക്രിയക്കിടെ ഒരു ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയതായി കണ്ടെത്തിയത്. പിന്നീട് 2022
ശസ്ത്രക്രിയ നടത്തി ഈ ഉപകരണം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആ കേസിൻ്റെ കുറ്റപത്രമടക്കം സമർപ്പിച്ച് വിചാരണ നടപടികൾ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഹർഷീന രംഗത്തെത്തിയിരുന്നു. എന്നാൽ 2 ലക്ഷം രൂപ മാത്രമാണ് നൽകാൻ കഴിയൂ എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. പലവട്ടം ആരോഗ്യമന്ത്രി ആയിരുന്ന വീണ ജോർജുമായി കൂടിക്കാഴ്ചയും മറ്റും നടത്തിയെങ്കിലും കൃത്യമായൊരു ഉറപ്പ് ആരോഗ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് ഹർഷീന കുറ്റപ്പെടുത്തിയത്. ഒപ്പം തനിക്ക് മറ്റ് ജോലിക്ക് പോകാനൊന്നും കഴിയാത്ത വിധം ആരോഗ്യം മോശമായ സാഹചര്യത്തിലാണ്, തുടർ ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ട്, അതുകൊണ്ട് 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വച്ചിരുന്നു. ഈ ആവശ്യങ്ങളോടൊന്നും അനുകൂലമായല്ല മുൻ സർക്കാർ പ്രതികരിച്ചത് എന്നാണ് ഹർഷീന പറയുന്നത്. എന്തായാലും സമരത്തിന് വലിയ പിന്തുണയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശനും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നൽകിയിരുന്നത്. അതിനുശേഷം അന്ന് തന്നെ അദ്ദേഹം വാക്ക് പറഞ്ഞിരുന്നു, UDF സർക്കാർ അധികാരത്തിൽ എത്തിയാൽ അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ഹർഷീനയ്ക്ക് നീതി നൽകുകയും ചെയ്തു എന്നത്. എന്തായാലും ഇത് പാലിക്കപ്പെട്ടു എന്നാണ് ഹർഷീന പറയുന്നത്. തനിക്ക് ഏത് ആശുപത്രിയിൽ നിന്നാണോ നീതി നിഷേധമുണ്ടായത് അതേ ആശുപത്രിയിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കുക എന്നൊരു പ്രത്യേക നിയോഗമാണിപ്പോൾ ഹർഷീനെ തേടി എത്തിയിരിക്കുന്നത്. വയനാട് മേപ്പാടി പുത്തുമലയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവെയാണ് ആക്രമണം. വന്യജീവി ശല്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ മണിക്കൂറുകൾ പ്രതിഷേധിച്ചു. ജെസ്സിയുടെ കുടുംബത്തിന് ധനസഹായവും ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലിയും നൽകുമെന്നും കാട്ടാനയെ തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും സൗത്ത് DFO ആഷിഖ് അലി പറഞ്ഞു. വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ ഇടത് സർക്കാരിനെ പഴിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. മുൻകാലങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ആവശ്യമായ രീതിയിൽ വിജയിച്ചില്ലെന്ന ആരോപണം. ജെസ്സി കൊല്ലപ്പെട്ടത് സോളാർ ഫെൻസിംഗ് ഉണ്ടായിരുന്ന പ്രദേശത്താണ്. ഫെൻസിംഗ് പല സ്ഥലങ്ങളിലും പൂർണ്ണമായും ഫലപ്രദമല്ലെന്ന് വനമന്ത്രി. വന്യജീവി ആക്രമണം കുറയ്ക്കുന്നതിനായി 3 ഘട്ടങ്ങളിലായി കർമ്മ പദ്ധതി നടപ്പാക്കും. ജെസ്സിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വേഗത്തിൽ നൽകുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. മുൻകാലങ്ങളിൽ കുറെ അധികം നടപടികൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു പൂർണ്ണതയിലേക്ക് എത്തിയില്ല. ഉദാഹരണത്തിന് പ്രാഥമികമായി എനിക്ക് കിട്ടിയ വിവരം ഇന്ന് സോളാർ ഫെൻസിംഗ് ഉള്ള ഒരു മേഖലയിൽ തന്നെയാണ് സംഭവിച്ചത്. ഞാനത് പഠിച്ചപ്പോൾ സോളാർ ഫെൻസിംഗ് പലപ്പോഴും ഈ ആട് പച്ചില കടിക്കുന്ന പോലെ ചിലടത്ത് ഇട്ടിട്ടുണ്ട്, ചിലടത്ത് ഗ്യാപ്പുണ്ട്, ഒന്ന് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിച്ചു. എന്തായാലും ഗവൺമെന്റ് വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. 3 തരത്തിലാണ് ഇതിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ആദ്യം ഒരു 100-day പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാർച്ചിനകം ചെയ്യേണ്ട കാര്യങ്ങൾ തയ്യാറാക്കും. അതുപോലെ ലോങ് ടേം ആയിട്ട് 2 വർഷം കൊണ്ട് ചെയ്യേണ്ട എന്താണേലും ഇതിൽ ആദ്യത്തെ ഇത് തന്നെ എവിടെ ആനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിലും ആ നിമിഷം എന്നെ അറിയിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 6:30 മണിക്ക് ഈ സംഭവം ഉണ്ടായി. 7 മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് വിവരം കിട്ടി. ഉദ്യോഗസ്ഥരെ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇപ്പൊ എനിക്ക് എങ്ങനെ വന്നാലും ഒരു 10 ദിവസം കൂടെ വേണം ഇതിനെ കുറിച്ചൊരു തീരുമാനമെടുക്കാൻ. അതുവരെ പക്ഷേ കോമ്പൻസേഷൻ ബ്രോഡായിട്ട് പറഞ്ഞാൽ 3 സ്ട്രാറ്റജി 3ആയിട്ടാണ്. 1 കണ്ടെയ്ൻമെന്റ്, വനത്തിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യാനുള്ള നടപടി. 2 മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാൻ പുറത്തോട്ട് വരുമ്പോൾ ആഘാതം കുറയ്ക്കും. എന്നിട്ടും പുറത്തോട്ട് വരുവാണെങ്കിൽ കോമ്പൻസേഷൻ സമയബന്ധിതമായി കൊടുക്കാൻ ഈ 3 ഇതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാളെ എല്ലാ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സൗത്ത് വയനാട് DFO ആഷിഖ് അലി. 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നും പ്രദേശത്തെ കാട്ടാനെ തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ആഷിഖ് അലി പറഞ്ഞു. ഇടവേള. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹ മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. വെറുമൊരു തമാശയായി അല്ലെങ്കിൽ ഒരു ട്രോൾ പേജായി ആരംഭിച്ച ഈ ഓൺലൈൻ കൂട്ടായ്മ ഇന്ന് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ ഒരു വൻ ജനമുന്നേറ്റമായി മാറിയിരിക്കുകയാണ്.
സൈബറിടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പാറ്റകളുടെ പ്രതിഷേധം ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോടെയാണ് ഭരണകൂടവും പോലീസും കനത്ത ജാഗ്രതയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബംഗളൂരു നഗരത്തിൽ CJP ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങലയും അതിനെ തുടർന്ന് പോലീസ് സ്വീകരിച്ച കർശന നടപടികളും വിരൽ ചൂണ്ടുന്നത് ഈ ഡിജിറ്റൽ വിപ്ലവം അക്ഷരാർത്ഥത്തിൽ കളി കാര്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരുവിലെ ടൗൺ ഹാൾ പരിസരത്ത് ഞായറാഴ്ച സമാധാനപരമായ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നായിരുന്നു കന്നഡ ഭാഷയിലുള്ള പോസ്റ്ററുകളിലൂടെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ തരംഗമായി മാറിയ ഈ ആഹ്വാനം അധികാരികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. പാറ്റകളുടെ ശക്തി ഓൺലൈനിൽ മാത്രമല്ല തെരുവുകളിലുമുണ്ട്. സൗദിയിൽ ജയിലിലായിരുന്ന അബ്ദുൾ റഹീം മോചിതനാകുന്നു. എക്സിറ്റ് വിസ ലഭിച്ചതായി നിയമസഹായ സമിതി അറിയിച്ചു. എമിഗ്രേഷൻ രേഖകൾ കൂടി പൂർത്തിയായാൽ നാട്ടിലേക്ക് തിരിക്കാനാകും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, എത്രയും വേഗത്തിൽ തന്നെ റഹീമിനെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് തന്നെയാണല്ലോ നീങ്ങുന്നത്. ഈ എമിഗ്രേഷൻ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കണമല്ലോ. അത് വൈകുകയാണെങ്കിൽ പെരുന്നാൾ കഴിയും അല്ലേ? അല്ലെങ്കിൽ അതിന് മുന്നേ എത്തിക്കാനുള്ള സാധ്യത ഉണ്ടാവും? ഹരി, തീർച്ചയായും ഈ റഹീമിന്റെ കുടുംബം ഏറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ ആവേശത്തോടുകൂടി കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ദിയാദനം നൽകിയതിനു ശേഷവും പിന്നീട് പൊതു നിയമപ്രകാരമുള്ള ശിക്ഷാ കാലാവധി അനുവദിക്കണമെന്ന ഉത്തരവായിരുന്നു കോടതി പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരം 20 വർഷത്തെ കാലാവധി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പെരുന്നാൾ അവധി പ്രമാണിച്ച് പല ഓഫീസുകളും അവധിയായ സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു താമസം നേരിട്ടത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ജയിലിലെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി എന്നുള്ള അറിയിപ്പ് നിയമസഹായ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷം ഇനി എക്സിറ്റ് വിസ അടിക്കുന്ന നടപടിക്രമങ്ങളാണ് കൈക്കൊള്ളേണ്ടത്. നേരത്തെ തന്നെ ഇക്കാര്യം അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും സാധാരണഗതിയിൽ ആ രാജ്യത്ത് ഒരു തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്താക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഡീപ്പോർട്ടിംഗ് സെന്ററുകളിൽ താമസിച്ച ശേഷം പുറത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ 2 രീതിയിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഇതിപ്പോൾ ഈ അവധി ആയതിനാലാണ് കാര്യങ്ങൾ ഇത്രയും അധികം താമസിച്ചത്. ഇനിയിപ്പോൾ എക്സിറ്റ് വിസ ലഭിക്കേണ്ട ഒരു നടപടിക്രമം മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ റഹീമുമായി വിമാനത്തിൽ നിയമസഹായ സമിതിയിലെ ആളുകളൊക്കെ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് പോരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടിക്കറ്റ് എടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗം പൂർത്തിയാവും. നേരത്തെ തന്നെ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു സഹകരണം കേരള ജനതയുടെ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. 34 കോടി രൂപയാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിനായി സ്വരൂപിച്ച ധനം. അതിൽ നിന്ന് പോലും ഇനിയും 11 കോടിയോളം രൂപ അവശേഷിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ അറിയിച്ചത്. ആ പണത്തിലൊക്കെ എന്ത് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ റഹീം നാട്ടിലെത്തിയ ശേഷം തീരുമാനം എടുക്കുമെന്നും അറിയിച്ചിരുന്നു. എന്തായാലും വലിയ ഒരു കാലയളവ് ജയിലിൽ കഴിയേണ്ടി വന്ന ഒരാൾക്കാണ് മോചനം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റഹീമിന്റെ സ്പോൺസറുടെ മകന്റെ മരണത്തിന് അവിചാരിതമായി കാരണക്കാരൻ ആയി എന്ന ഒരു കുറ്റത്തിനാണ് റഹീമിനെ വധശിക്ഷയ്ക്ക് സൗദി കോടതി വിധിച്ചത്. പിന്നീട് വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ മാസങ്ങളോളം കഴിയുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടത്തുകയും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം വിജയം കാണുകയും അദ്ദേഹത്തിന് നൽകാനുള്ള ദിയാദനം സ്വരൂപിക്കുകയും അത് സൗദി കുടുംബം അംഗീകരിച്ച് പണം സ്വീകരിച്ച് ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മോചനം, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് വൈകാതെ ഉണ്ടാവും. 2006 ഡിസംബർ 24 റഹീം ജയിലിലാകുന്നത്. അതിനുശേഷം ഉള്ളതെല്ലാം കേരള സമൂഹത്തിന് അറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷമാണ് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം റഹീം തിരിച്ച് എത്തുകയാണ്. ശിക്ഷാവിധി കഴിഞ്ഞിട്ട് എത്രയും വേഗം തന്നെ റഹീം എത്തും. കാത്തിരിക്കുന്ന ഉമ്മയും കുടുംബത്തിനും പെരുന്നാളിന് മുമ്പ് കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത അത് തന്നെയാണ് എന്നുള്ളത് പറയേണ്ടി വരും. അനീഷ, അതാണ് പെരുന്നാളിന് മുന്നേ തന്നെ ഈ ഒരു കാര്യം കേൾക്കുന്നു. അത് കുടുംബത്തിനുണ്ടാക്കുന്ന ആശ്വാസം, എത്രയോ വർഷത്തെ കാത്തിരിപ്പ്. തീർച്ചയായും പെരുന്നാളിന് മുമ്പ് ആ കുടുംബത്തിന് വലിയ, അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ ഈ കുടുംബമൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഈ മോചനത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഈ പെരുന്നാൾ അവധി വരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 21 മുതൽ 26 വരെയൊക്കെയുള്ള ഒരു തീയതി ആവും ഒരു പക്ഷേ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. ജയിലിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി അത്രയും ദിവസമാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേതാണ്ട് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ്. മറ്റ് ആശങ്കകളോ ആകാംക്ഷകളോ ഒന്നും ഇക്കാര്യത്തിൽ ആവേണ്ടതില്ല. കാരണം ഇത്രയധികം നാൾ അവിടെ ജയിലിൽ കഴിഞ്ഞ ഒരാളാണ്. 1-2 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസങ്ങൾ കൂടി മാത്രം ജയിലിൽ കഴിയേണ്ട, അതായത് കുറ്റവിമുക്തനാക്കപ്പെട്ട
ശേഷവും അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷവും അത്രയും ദിവസം മാത്രം അവിടെ തങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമേ ഉണ്ടാവുള്ളൂ എന്ന് ആ കുടുംബം അറിയിച്ചിരുന്നു. എന്തായാലും അത് പ്രകാരം ഇപ്പോൾ ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നതിന് എക്സിറ്റ് വിസ എന്ന അവസാന കടമ്പ മാത്രമാണുള്ളത്. അതിന് മറ്റു സാങ്കേതിക തടസ്സങ്ങൾ ഒന്നുമില്ല. കാരണം അവിടെ നിന്നും ജയിൽ മോചിതനായ ആളാണ്. അദ്ദേഹത്തിന് എക്സിറ്റ് വിസ അടിച്ചാൽ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സൗദിയിൽ പൂർത്തിയായിട്ടുമുണ്ട്. യെസ്, വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള വഴികളിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും സൗദി ജയിലിൽ നിന്ന് മോചിതനായിരിക്കുന്നു അബ്ദുൾ റഹീം. കാത്തിരിപ്പാണ്, കേരള സമൂഹത്തിൻ്റെ കാത്തിരിപ്പ് തന്നെയായിരുന്നു. റഹീമിൻ്റെ ഈ ഒരു മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് എത്രയും വേഗം തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മോചന ഉത്തരവിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എപ്പോഴായിരിക്കും റഹീം അവിടെ നിന്ന് തിരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയാണ് ലഭിക്കാനുള്ളത്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അമ്മയിലെ തർക്കത്തിൽ ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ അൻസിബ ആഭ്യന്തരമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകും. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വനിതാ സെൽ CIക്കെതിരെയും പരാതി നൽകും. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചതാണ് അൻസിബയുടെ ആരോപണം. അതേസമയം അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി. കുടുംബസംഗമത്തിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ഭാരവാഹികൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ അൻസിബയ്ക്കെതിരെ നടി പ്രിയങ്കയും രംഗത്തെത്തി. താരസംഘടനയായ അമ്മയിലുണ്ടായ നിലവിലെ പൊട്ടിത്തെറിയിൽ വലിയ അതൃപ്തിയാണ് ഒരു വിഭാഗം താരങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ വന്ന ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് സംഘടനയെ തന്നെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ അവരവരുടെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നൊരു പൊതു നിലപാടിലെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ശ്വേത മേനോൻ താരങ്ങൾക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അത്തരത്തിലുള്ളൊരു നിർദ്ദേശവും നൽകി. ഇനി മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതികരണത്തിന് ആരും നിൽക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ അത് പ്രസിഡന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ സ്പോക്സ് പേഴ്സൺ എന്ന നിലയിൽ താൻ തന്നെയായിരിക്കും അക്കാര്യങ്ങൾ അറിയിക്കുക. മറ്റ് രീതിയിലുള്ള ആരോപണങ്ങളോ വിഷയങ്ങളോ ഒന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് ശ്വേത മേനോൻ അംഗങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അതിനിടയിൽ ഈ സംഘടനയിലെ ഈ നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി മാലാപാർവതിയും രംഗത്തെത്തി. കാരണം വനിതകൾ തലപ്പത്തേക്ക് എത്തിയപ്പോൾ വളരെ സന്തോഷിച്ച വ്യക്തികളിൽ ഒരാളാണ് താനും. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും തുറന്നു പറച്ചിലുകളും കാണുന്നതോടുകൂടി വളരെ വിഷമമുണ്ടാക്കുന്നു എന്ന് മാലാപാർവതി ന്യൂസ് 18നോട് പറഞ്ഞു. ഒരുപാട് സന്തോഷിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇതിൽ മെജോറിറ്റി ആൾക്കാർ സ്ത്രീകളാണ് ഈ സംഘടനയിൽ. അപ്പൊ അതുകൊണ്ട് മെയിൻ കീ പോസ്റ്റുകളിലെല്ലാം സ്ത്രീകളാണ്. പക്ഷെ ആദ്യ ദിവസം തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും പോരും വഴക്കും ഒക്കെ ആണെന്ന് അറിയുമ്പോൾ വല്ലാത്ത ഒരു ഡിസല്യൂഷൻഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇതിന്റെ ഭരണസമിതി തിരിച്ചുവിടണമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നടി പ്രിയങ്കയും ഹൻസിബയ്ക്കെതിരെ രംഗത്തെത്തി. ഇന്ന് രാവിലെ ഹൻസിബ തനിക്ക് മെസ്സേജ് അയച്ചു. താനടക്കമുള്ള പല താരങ്ങൾക്കും മെസ്സേജ് അയച്ചു. ടിനി ടോമിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നായിരുന്നു ആ മെസ്സേജിന്റെ ഉള്ളടക്കം. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ പറയാതെ സംഘടനയ്ക്കുള്ളിൽ തന്നെ പറഞ്ഞ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഹൻസിബ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് താൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് പ്രിയങ്കയും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ സംഘടനയെ മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ടെന്നും നടി പ്രിയങ്ക വ്യക്തമാക്കി. ഇന്ന് അനിസഭ ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. വോയിസ് മെസ്സേജും കുറച്ച് റീഡിംഗ് മെസ്സേജും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരുപാട് വിഷമിക്കുന്നു. ഈ പറയുന്ന വാക്കുകൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി അമ്മയെ മോശമാക്കാതെ ഞങ്ങളോട് ഇത് മുമ്പ് തരണമായിരുന്നു. ഈ സാധനം നമുക്ക് നേരത്തെയാണ് ഈ വോയിസ് മെസ്സേജ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുട്ടിയുടെ എന്താണ് കാര്യങ്ങളെന്ന് ഞങ്ങൾ അന്വേഷിച്ചേനെ. അതിനിടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഹൻസിബ തീരുമാനിച്ചിരിക്കുകയാണ്. നടൻ ടിനി ടോമിനെതിരെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുമെന്നാണ് ഹൻസിബ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷ്മി പ്രിയയുടെ പരാതിയിൽ ഹിൽ പാലസ് പോലീസ് തന്നെ 3 മണിക്കൂർ ചോദ്യം ചെയ്തു. അത് തനിക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കി. അങ്ങനെ വനിതാ സെല്ലിനെതിരെയും പരാതി നൽകുവാനാണ് ഹൻസിബ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഹൻസിബയുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാത്ത ആരോപണത്തെയാണ് ഒരു വിഭാഗം ആളുകൾ തള്ളിക്കളയുന്നത്.
അതേസമയം മുതിർന്ന താരങ്ങൾ പ്രതികരിക്കുന്നതും വലിയ ആശയക്കുഴപ്പം അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ മുതിർന്ന താരങ്ങൾ, ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ പറയുന്നത് ജനറൽ ബോഡിയിൽ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യും, അല്ലാതെ മറ്റ് പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് നിലവിൽ പോകുന്നില്ല എന്നാണ് മുതിർന്ന താരങ്ങളും അഭിപ്രായപ്പെടുന്നത്. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടെന്ന് രമേശ് പിഷാരടി MLA അൻസിബയെ വിളിച്ച് സംസാരിച്ചു. ടിനി ടോമിനോടും ശ്വേതാ മേനോനോടും വിവരങ്ങൾ ആരാഞ്ഞു. പൊതുജനങ്ങൾ മോശമായി വിലയിരുത്തുന്ന തരത്തിൽ സംഘടനയുടെ ആഭ്യന്തര വിഷയം പുറത്തേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 77.97% വിദ്യാർത്ഥികൾ. ആകെ 1990 സ്കൂളുകളിലായി റെഗുലർ ഗോയിങ് വിഭാഗത്തിൽ നിന്ന് 3,72,423 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 2,90,381 വിദ്യാർത്ഥികൾ വിജയിച്ചു. ആകെ പരീക്ഷ എഴുതിയ പെൺകുട്ടികളുടെ എണ്ണം 1,92,750 ഇതിൽ 1,67,475 പേർ വിജയിച്ചു. 1,79,672 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 1,22,906 പേരും വിജയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്കുള്ള സാമ്പത്തിക സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാനം ചെലവഴിക്കുന്ന തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യം പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും ഉന്നയിച്ചു. PM ശ്രീയെക്കുറിച്ച് പരിശോധിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ ധവളപത്രം ഇറക്കും. കിഫ്ബിയുടെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് കണക്ക് വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അലീന, മഞ്ജുമ എന്നിവരെയാണ് നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡിയിൽ വിട്ടത്. എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് നടപടി. പ്രതികളുടെ സാന്നിധ്യത്തിൽ ഫോൺ രേഖകളും പണമിടപാടുകളും പരിശോധിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. കണ്ണൂർ SP ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ ഓഫീസിലേക്ക് ഇരച്ചുകയറി. സംഘർഷത്തിൽ കമ്മീഷണറുടെ വാഹനത്തിന്റെ ചില്ലുപൊട്ടി. ബാരിക്കേഡും വശത്തുണ്ടായിരുന്ന മതിലും തകർത്താണ് SFI പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് കയറിയത്. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം തുടങ്ങി വിവിധ ജില്ലകളിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്ത് നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു SFI മാർച്ചുകളിൽ വ്യാപക സംഘർഷം. തൃശൂരിലും പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. സ്വർണ്ണവില നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 14,565, പവന് 1,16,520. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 12,035, പവന് 96,280. വെള്ളി ഗ്രാമിന് 285, കിലോ 2,85,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.